ഒരിക്കൽ സൗഭരി മുനി തപസ്സിനായി നദീതീരത്തെത്തി. നദിയിലേക്ക് നോക്കിയ മുനി കണ്ടത് സ്നേഹത്തോടെ മുട്ടിയുരുമ്മി നടക്കുന്ന ഒരു ആൺമീനിനെയും പെൺമീനിനെയുമാണ്. ഇത് കണ്ട മുനിക്ക് തനിക്കും ഒരു വിവാഹം ചെയ്താൽ കൊള്ളാമെന്നായി. പക്ഷേ തൻ്റെ ഈ പ്രായമായ ശരീരം കണ്ടിട്ട് തനിക്ക് ആര് പെണ്ണ് തരും എന്ന് ചിന്തിച്ചിരിക്കവെയാണ് മാന്ധാതാവ് എന്ന രാജാവിൻ്റെ 50 പെൺമക്കളെക്കുറിച്ച് ഓർത്തത്. താൻ ചോദിച്ച ഒരാളെ തനിക്ക് തരാതിരിക്കാൻ രാജാവിന് കഴിയില്ല. ഇങ്ങനെയുള്ള ചിന്തയുമായി സൗഭരി മുനി കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. രാജാവ് മുനിയെ സ്വീകരിച്ചിരുത്തുകയും ചെയ്യുന്നു. പക്ഷേ മുനി തൻ്റെ ആവശ്യം അറിയിച്ചപ്പോൾ രാജാവ് പകച്ചുപോയി. ഇത്രയും ജരയും നരയും ബാധിച്ച വൃദ്ധ മുനിക്ക് തൻ്റെ മകളെ നൽകാനോ? പെട്ടെന്ന് രാജാവിന് ഒരു ബുദ്ധി ഉദിച്ചു. അങ്ങ് അകത്തേക്ക് ചെല്ലൂ. അവർ 50 പേരിൽ ആർക്കാണ് അങ്ങയെ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവരെ അങ്ങേക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞയക്കുന്നു. രാജാവ് ഉദ്ദേശിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തിരിച്ചയക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന് കോപവും വരില്ല, ശപിക്കുകയില്ല. രാജാവിൻ്റെ ഇംഗിതം ജ്ഞാനദൃഷ്ടിയിലൂടെ മനസ്സിലാക്കിയ മുനി അകത്തേക്ക് പോവുകയും തൻ്റെ മന്ത്രസിദ്ധിയിലൂടെ ഏത് കന്യകയും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള യുവാവായി തീരുകയും ചെയ്യുന്നു. ശേഷം 50 കന്യകമാരുടെയും മുമ്പിലേക്ക് ചെന്ന് രാജാവ് അറിയിക്കുന്നു. ഈ 50 പേരും ഒന്നിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്. ഒടുവിൽ തൻ്റെ 50 പെൺമക്കളെയും മാന്ധാതാവ് സൗഭരിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു.